ഫദ്രിബൂലി മാഹും ബിസ്ഹിമിൻ, ഒരോഹരി എനിക്കും താ. കാരണം ഉസ്താദ് ഞാനാ, മുദരിസ് ഞാനാണ്, ഇതിന്റെ അസ്ലി ബേസ് ഞാനാണ്, ഓരോഹരി എനിക്കും താ. അങ്ങനെ റസൂലുള്ളാഹി തങ്ങളും കൂടെ ഓഹരി ചോദിച്ചു. അപ്പൊ ഷിർക്ക് പോയിട്ട് ഷിർക്കിന്റെ ലാഞ്ചന, എന്തോ ഒരു പാൽപ്പൊടിന്റെ പരസ്യം ഉണ്ടല്ലോ, പൊടി പോലുമില്ല കണ്ടുപിടിക്കാൻ. ഇതേപോലെ ഷിർക്കിന്റെ ലാഞ്ചന പോലുമില്ല കണ്ടുപിടിക്കാൻ. എന്താ ശരി, അതുകൊണ്ടല്ലേ മന്ത്രി ചോദിയത്. ആ പാരമ്പര്യം സ്വഹാബത്ത് ഇസ്ലാം കൊണ്ടുവന്ന കേരളത്തിൽ ബഹുമാനപ്പെട്ട ഇന്ത്യ രാജ്യത്തെ ആദ്യത്തെ പള്ളി, ദ ഫസ്റ്റ് മോസ്ക് ഓഫ് ഇന്ത്യ, അതാണ് ചേരമാൻ പള്ളി. ആ ചേരമാൻ പള്ളിയിൽ നിന്നും ബഹുമാനപ്പെട്ട സ്വഹാബ കിറാം അവരുണ്ടാക്കിയ വിശുദ്ധ ഇസ്ലാം, ആ വിശുദ്ധ ഇസ്ലാമിലൂടെ അവർ കാണിച്ചു തന്ന മന്ത്രം, അതിന് അർഹതപ്പെട്ട മുസ്ലിം ആത്മീയ നേതാക്കന്മാർ അന്ന് മുതൽ കേരളത്തിൽ ചെയ്തു വന്നു. ഏതുവരെ? മുജാഹിദ് പ്രസ്ഥാനം കേരളത്തിൽ വരുന്നത് വരെ. കേരളത്തിൽ മുജാഹിദ് വന്നതോടുകൂടെയാണ് സത്യത്തിൽ മന്ത്രത്തിനെ തെറ്റാക്കാൻ തുടങ്ങിയത്. അത് ഇനി പറയേണ്ടത് ഖുർആൻ നോക്കിയല്ല, മുജാഹിദ് വന്നതോടുകൂടിയാണ് മന്ത്രം തെറ്റായത് എന്ന് അവരെ രേഖ കൊണ്ട് പറയാം. അതങ്ങി അവർ രേഖ വായിക്കുക, വിമർശിക്കാനല്ല, അവർക്കും കൂടെ അംഗീകരിക്കാൻ. അപ്പൊ അവർ സന്തോഷിക്കണം. അൽഹംദുലില്ലാ, ഞങ്ങൾ പുസ്തകം ഇറക്കിയത് മുതലായി, 10 പിരിയം വരെ ഞങ്ങൾ ബുക്ക് കാശ് കൊടുത്ത് വാങ്ങിയത്. അൽഹംദുലില്ലാ, വായിക്കാനാണല്ലോ. പക്ഷെ ഞാൻ ഒരാൾ കാശ് കൊടുത്ത് വാങ്ങി ഞാൻ മാത്രം വായിച്ചത് കൊണ്ട് എന്താ? അപ്പൊ നിങ്ങളൊരു 100-500 ആളുകളെ ഒരു സമയം കേൾപ്പിക്കാൻ കഴിഞ്ഞാൽ ഡബിൾ അൽഹംദുലില്ലാ, അത് നിങ്ങൾ പറയണ്ടേ. ഇനി അതിലെ ആശയം ഞാൻ വായിക്കാൻ പോവുകയാണ്. അപ്പൊ ഒന്നുകൂടെ നിങ്ങൾ അൽഹംദുലില്ലാ ചൊല്ലണം. കുറ്റപ്പെടുത്തിയത് അതിനാ ഞാൻ പറഞ്ഞത്. ആരെയും വിമർശിക്കാനോ ചൂടാക്കാനോ അല്ല, നിങ്ങൾക്ക് ചിന്തിക്കാനൊരവസരത്തിന് അതിന് തരികയാണ്. ഇതിന്റെ പേര് ഗൾഫ് സലഫിസവും മുജാഹിദ് പ്രസ്ഥാനം. ബുക്കിന്റെ പേരിന് അങ്ങനെ എഴുതിയത് MI മുഹമ്മദ് അലി സുല്ലമി. ഒന്നും കൂടെ ശരിയപ്പി, കാരണം സുല്ലമിയാണ് എഴുതുന്നത്. കേട്ടോളൂ. വെള്ളത്തിൽ മന്ത്രിച്ചൂതൽ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ആഗമനത്തിനു മുമ്പ് എന്ന് പറഞ്ഞാൽ ഇസ്ലാഹി പ്രസ്ഥാനം വരുന്നതിന് മുമ്പ് ഖുർആൻ പാരായണം ചെയ്ത് വെള്ളത്തിൽ മന്ത്രിച്ചൂതുന്ന സമ്പ്രദായം കേരളത്തിൽ വ്യാപകമായി ഉണ്ടായിരുന്നു. റാബി ആരാണ്? സുല്ലമി. കിതാബ് ഏതാണ്? ഇസ്ലാഹി പ്രസ്ഥാനം. കേട്ടോ, തീർന്നിട്ടില്ല. ജലദോഷം, പനി, വയറുവേദന തുടങ്ങിയ ലഘുവായ രോഗങ്ങൾ മുതൽ അർബുദം വരെയുള്ള രോഗങ്ങൾക്ക് വെള്ളം മന്ത്രിച്ചൂതുന്നത് ചികിത്സയായി അംഗീകരിക്കപ്പെട്ടിരുന്നു. അവൻ നിസ്സാരമായ ജലദോഷം മുതൽ വളരെ ഹൈ രോഗമായ ക്യാൻസറിന് വരെ വെള്ളം മന്ത്രിച്ചൂതി കൊടുത്തിരുന്നതാണ്. ഞാൻ ചോദിക്കട്ടെ, ഈ പാരമ്പര്യം നിലനിൽക്കുന്ന എവിടെ? ഏതെങ്കിലും മുജാഹിദ് പള്ളിയിലെ മൗലവി വെള്ളം മന്ത്രിച്ചൂതി കൊടുക്കുന്നുണ്ടോ? സുന്നിപ്പള്ളിയിലെ മൊയ്ലിയന്മാരും തങ്ങന്മാരും മന്ത്രിച്ചൂതി കൊടുക്കണില്ലേ? അത് അന്ധവിശ്വാസമാണ്, ചിർക്കാണ്, അനാചാരാണെന്ന് പ്രസംഗിക്കാനല്ലേ പിലാത്തറമ്മ സമ്മേളനം നടത്തുന്നത്?